പേയാട് സ്കൈലൈനിൽ നിർമ്മിച്ച നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന 4.65 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടുത്തി പണികഴിപ്പിച്ചൊരു വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല മനോഹരമായി അട്രാക്റ്റീവായി തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വീടിന്റെ എലിവേഷനായിട്ട് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ നല്ല സ്പോട്ട് ലൈറ്റും ഗ്ലാഡിംഗ് ടൈൽസും അതുപോലെ തന്നെ വാൾ ടൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിന്റെ എലിവേഷനൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് വരുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ എലിവേഷനിൽ നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റും കൂടാതെ തന്നെ ഫോഗ് ഗ്ലാസിന്റെ ഒരു പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീട് ഫുള്ളായിട്ട് വാസ്തുപ്രകാരം തന്നെയാണ് പണിതിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഇന്റീരിയർ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ അത് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഒരു 3 മീറ്റർ ടാറിട്ട റോഡ് തന്നെയാണ്. വീടിന്റെ കോമ്പൗണ്ട് വാളൊക്കെ തന്നെ ടൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കിയാണ് പണിതിട്ടുള്ളത്. കൂടാതെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരു ഡെക്കറേഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഡിസൈനോടും അതുപോലെ തന്നെ വീടിന്റെ കളറിനോടും ചേർന്ന് വരുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റും കൂടാതെ തന്നെ ഒരു ഫോൾഡിംഗ് ഗേറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിന്റെ പണി ആരംഭിച്ചിരിക്കുന്നത്. ഗേറ്റ് ഒക്കെ കടന്ന് കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോഴത്തേക്കും വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടേജ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ വീടിന്റെ കോമ്പൗണ്ട് ചുറ്റളവിലായിട്ട് തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ മനോഹരമായ ഒരു സിറ്റ് ഔട്ട്. 10x6 ഡയമെൻഷൻ വരെ നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ടിന്റെ ഏരിയ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ. ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമായ ലിവിംഗ് ഏരിയ തന്നിട്ടുണ്ട്. 14x12 ആണ് ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. ലിവിംഗ് ഏരിയ നല്ല മനോഹരമായി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒരു 50 ഇഞ്ചിന്റെ TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ലിവിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ. 10x10 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡൈനിങ് ഏരിയയ്ക്ക് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ സൈഡിലായിട്ടൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എല്ലാ ജനലിലും കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ വീണ്ടും നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ കിച്ചണിന്റെയും പാർട്ടീഷന്റെ ഭാഗത്ത് തന്നെ നല്ല വില കൂടിയ ഒരു ബോൺസായി ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. 18x10 ആണ് ഓപ്പൺ കിച്ചണിന്റെ ഡയമെൻഷൻ. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു കിച്ചൺ തന്നെയാണ് വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മോഡുലാർ രീതിയിൽ തന്നെയാണ് നല്ല മനോഹരമായ കിച്ചൺ പണിതിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മോഡേൺ രീതിയിലുള്ള വാഷിംഗ് സിങ്ക് ഏരിയയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ സ്റ്റോറേജ് സ്പേസിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് ഒക്കെ മുകളിലും താഴെയുമായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 18x12 ആണ് റൂം സൈസ് വരുന്നത്. റൂമിന്റെ ജനലിലൊക്കെ തന്നെ കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ റൂഫ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വിൻഡോസിലൊക്കെ കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ റൂഫ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഫോൾ സീലിംഗിന്റെ ഡെക്കറേഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആയ ബാത്റൂം ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലും കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ ഫുള്ളായിട്ട് തന്നെ സെൻസർ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും മുകളിലായിട്ടൊരു ഫാൻസി ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു ഹാളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 20x16 ആണ് ഹാളിന്റെ ഡയമെൻഷൻ. ഹാളിൽ നമുക്കൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഹാളിലും ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഇവിടെയും കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ റൂഫ്സും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം റൂമിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നൽകിയിട്ടുള്ളത്.
ഈ കാണുന്നതാണ് വീടിന്റെ അവസാനത്തെ ബെഡ്റൂം. 10x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഈ റൂമിലും കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ബാൽക്കണി തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. 16x16 ആണ് ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഈവനിങ് സമയത്തൊക്കെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാൽക്കണി തന്നെയാണ് വീടിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി ലുക്കൊക്കെ തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ബാൽക്കണി നൽകി കൊടുക്കുന്നത്. ബാൽക്കണിയിലായിട്ട് തന്നെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ബാൽക്കണിയിൽ നൽകിയിട്ടുള്ളത്. ബാൽക്കണിയിൽ വരുന്ന ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസിന്റെ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നാണ് ടെറസിലോട്ട് പോകാനുള്ള ഓപ്പണിംഗും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളി വീടിന്റെ ആസ്കിംഗ് പ്രൈസ് വെറും 78 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.